ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വീട്ടിലാണെങ്കിൽ ഇന്ന് അമ്മ അനിയത്തിയൊന്നുമില്ല, അവർ ട്രിവാൻഡ്രം വരെ പോയേക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫുഡിൻ്റെ കാര്യം വൻ ശോകമാണ്. പിന്നെ വീട്ടിൽ അച്ഛൻ അപ്പച്ചയൊക്കെ ഉണ്ട്, നമ്മുടെ വീഡിയോസ് ഒരുപാട് കാണുന്ന ആൾക്കറിയാം. അപ്പോൾ എന്തായാലും ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷ് ഞാൻ ഉണ്ടാക്കിത്തരാം. അതായത് ഒരു വെറൈറ്റി മുട്ടക്കറി ഞാൻ ഉണ്ടാക്കിത്തരാം, ഒന്ന് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ നേരെ അവിടുന്ന് കിച്ചണിൽ കയറ്റുമായിരുന്നു. ഫ്രിഡ്ജ് തുറന്ന് കൈ കിട്ടിയ മുട്ട എടുത്ത് ആദ്യം വാഷ് ചെയ്ത്, അതിനുശേഷം ഒരു 2 തക്കാളി, ഒരു 3, 4, 5, 6, 7ഓളം സവാള, ഒരു കുറച്ച് പച്ചമുളക്, ഒരല്പം കറിവേപ്പില, ഇത്രയും എടുത്തൊന്ന് വാഷ് ചെയ്യാന്ന് വെച്ച് ഇവരെ കുളിപ്പിച്ചിട്ട് നമുക്ക് കറി വെക്കാം. ആദ്യം തന്നെ സവാള എടുത്ത് കുനാന്നരിയാണ്ട് എങ്ങനെയെങ്കിലും അരിഞ്ഞോ, വിശന്നിട്ടാന്നേ കണ്ണിലും വീണ്. എന്തായാലും സവാള കുനാന്നരിഞ്ഞ് അതിനുശേഷം നേരെ സ്റ്റൗ ഓൺ ചെയ്യുക, ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടൊന്ന് വാഷ് ചെയ്യുക, നേരെ കൊണ്ട് വെക്കുക, ചൂടാക്കുക, അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകിടാന്ന് പൊട്ടാനായിട്ട് കടുക് കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ നമ്മൾക്കത് സ്കിപ്പ് ചെയ്ത് നേരെ സവാള എടുത്തങ്ങ് ഇട്ട് ഉപ്പൊക്കെ പാകത്തിടുക, അല്ലെങ്കിൽ ഉപ്പിലിട്ട മാങ്ങ പോലെ മുട്ടക്കറി നന്നായിട്ട് വഴട്ടിയിട്ട് ആ കീറി വെച്ച പച്ചമുളക് ഇട്ട് നേരെ നന്നായിട്ട് വഴട്ടുക. അതിനുശേഷം നമ്മൾ മാഗിയുടെ ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തത്, അത് ആവശ്യത്തിന് കുറച്ച് കുറഞ്ഞിടുക. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടിയൊക്കെ ഇടുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ലേശം ഇടുക. മസാലപ്പൊടി നമ്മൾ ചിക്കൻ ഇട്ടത്, പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഒരല്പം വെള്ളം ഒഴിക്കുക. അതിനുശേഷം തക്കാളി കട്ട് ചെയ്ത് വെച്ച് ഇടുക, ഒരല്പം മല്ലിയില ഇങ്ങനെ വിതറിയിടുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റിച്ചൊന്ന് കുറുക്കിയെടുക്കണം നന്നായിട്ട്. ഇങ്ങനെ കുത്തി കൊടുത്താൽ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ അതെല്ലാം ശരിക്കും ഒന്ന് ഉടഞ്ഞ് ടേസ്റ്റ് അല്പം കൂടുതൽ കിട്ടും. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മുട്ട പുഴുങ്ങാം. നേരെ കുക്കർ എടുക്കുക, വാഷ് ചെയ്യുക, മുട്ട എടുക്കുക. മുട്ട എനിക്ക് എന്തായാലും 2 വേണം. എന്നാൽ ഒരു 5-6 എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിടുക, കുറച്ച് ഉപ്പിടുക. ഈ ഉപ്പിടുന്നത് വെച്ചാൽ പണ്ടത്തെ ഈ കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ ഉപ്പിട്ടാൽ കുറച്ചുകൂടെ ചൂട് കിട്ടി മുട്ട പെട്ടെന്ന് വേകുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അങ്ങനെ ഇട്ട് നേരെ കുക്കർ കൊണ്ട് ഗ്യാസേ വെച്ച് അടച്ച് ഇനി വിസിലടിച്ച് ഓഫ് ചെയ്തെടുക്കാം. അതുവരെ പോസിറ്റീവ്. എന്തോ ചൂടാണ്, ഈ അടുക്കള ജോലി ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം. എന്തായാലും മുട്ടയെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നേരെ കുക്കർ എടുക്കുക, അത് ഓപ്പൺ ചെയ്യുക, നല്ല ആവി, ആഹാ. എന്തായാലും ഈ മുട്ട തല്ലിപ്പൊളിച്ചെടുത്ത് നേരെ വാഷ് ചെയ്ത് നേരെ കറിക്കകത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി ഒന്ന് തിളപ്പിച്ചിട്ട് ഇറക്കി വെക്കാം. ഒരല്പം ഒന്ന് ടേസ്റ്റ് കൂടുമെന്നേ, ട്രൈ ചെയ്ത് നോക്ക്. കറി റെഡി പിള്ളേച്ച കണി റെഡി എന്ന് പറയുന്ന പോലെ കറി റെഡി. ആഹാ. ഇനി നമ്മൾ ഈസി ഫുഡിൻ്റെ ചപ്പാത്തി പാക്കറ്റ് മേടിച്ചത്, അത് നമ്മൾ നേരെ എടുത്ത് പൊട്ടിച്ച് ചൂടാക്കി അത് സെറ്റ് ചെയ്ത് അങ്ങനെ ചപ്പാത്തിയും മുട്ടക്കറിയും റെഡി. നമുക്ക് ചെയ്യാനുള്ള കാര്യമുണ്ട്, ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം, അതാണ് ടാസ്ക്. മൊത്തത്തിൽ ആകെ അലങ്കോലമാക്കി, അതുകൊണ്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. എൻ്റെ ഭാവി ഭാര്യയെ, ഇതൊക്കെ നീ കാണുന്നുണ്ടല്ലോ, ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാമായിരുന്നു. എന്ന് മാത്രമല്ല നമുക്കൊരുമിച്ച് ചെയ്യാമെന്നേ. എന്തായാലും ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് ശരിക്കും നടുവൊടിഞ്ഞ് വിശപ്പിൻ്റെ വിളി വന്ന് നേരെ പോയി ഒന്ന് ഫ്രഷ് ആവാം. നേരെ പോയി ഒന്ന് കുളിച്ച് നനച്ച് ഫ്രഷായിട്ട് വിശപ്പ് കൊണ്ട് ഫുഡ് കഴിക്കാം. എന്തായാലും കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രഷായി, ഇനി പോയി ഫുഡ് അടിക്കാം. എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു കിച്ചണിനകത്തൊരു ഫുഡിൻ്റെ വീഡിയോ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. എന്തായാലും നല്ല വിശപ്പുണ്ട്, നമുക്ക് പോയി ഫുഡൊന്ന് കഴിക്കാമെന്ന് വെച്ച് നേരെ പോയി ഫുഡ് കഴിച്ച് നല്ല അടിപൊളി ചപ്പാത്തി കറിയും. ശരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഞാൻ വേറെ തള്ളൊന്നുമല്ല കേട്ടോ. ഈ ഞാൻ കാണിച്ച ആ ടൈപ്പ് തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വലിയ കാശുകളൊന്നുമില്ല, സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.